3D നിറ്റിംഗ്. ഈ വാക്ക് നിങ്ങളെ ഈയിടെയായി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ടെക് ലോകത്ത് ഇതൊരു വലിയ സംസാര വിഷയമാണ്. കേൾക്കുമ്പോൾ കൊള്ളാം, വസ്ത്രനിർമ്മാണത്തിലെ എന്തോ വലിയൊരു വിപ്ലവം പോലെ തോന്നാം, അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാല് ഈ വാക്കിന്റെ പിന്നിലൊരു കഥയുണ്ട്. പരസ്യവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ചെറിയ തർക്കം തന്നെ നടക്കുന്നുണ്ട് ഇതിന്റെ പേരില്. ഒരു പുതിയ ടെക് പ്രോഡക്റ്റ് ഇറങ്ങിയപ്പോൾ അതിനെ 3D നിറ്റിംഗ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ തന്നെ ഇന്റർനെറ്റിൽ വന്നൊരു കമന്റാണിത്. സംഭവം കൊള്ളാം, അല്ലേ? നൂറ്റാണ്ടുകളായി ഈ പണി ചെയ്യുന്നവർ ചോദിക്കാണ്, ഇതിലിപ്പോ എന്താ ഇത്ര പുതുമ എന്ന്. അപ്പൊ ഈ ചോദ്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഈ പറയുന്ന 3D നിറ്റിംഗ് വെറുമൊരു മാർക്കറ്റിംഗ് ഗിമിക്കാണോ, അതോ ശരിക്കും വസ്ത്രനിർമ്മാണത്തിന്റെ ഭാവി തന്നെയാണോ ഇത്? വെറും പരസ്യവാചകങ്ങൾക്കപ്പുറം എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിൽ? നമുക്കൊന്നിച്ചിതൊന്ന് പരിശോധിക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ട് ആ വിവാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആപ്പിളിന്റെ ആ പുതിയ നിറ്റിംഗിൽ നിന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു പുതിയ ടെക് പ്രോഡക്റ്റിനെ കുറിച്ച് 3D നെറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോ നെയ്ത്ത് രംഗത്തുള്ളവർക്ക്, അതായത് ഈ ക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിക്ക് അതത്ര പിടിച്ചില്ല. അവർക്കിത് കേട്ടപ്പോ, ഹേയ്, ഇതൊക്കെ ഞങ്ങൾ കാലങ്ങളായി ചെയ്യുന്ന കാര്യമല്ലേ, ഇതിപ്പോ എന്താ പുതിയൊരു പേരിട്ടിറക്കുന്നത് എന്നൊരു തോന്നലായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ വിവാദം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇൻഡസ്ട്രിയൽ നിറ്റിംഗ് മെഷീനുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മളൊന്നറിയണം. ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു ഉപമയുണ്ട്. ടെക് ലോകത്തുള്ളവർ തന്നെ പറയുന്നതാണ്: നൂലുകൊണ്ടുള്ള 3D പ്രിന്റിംഗ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ കൊടുക്കുന്നു, മെഷീൻ അത് ഒറ്റയടിക്ക് നെയ്തെടുക്കുന്നു. കഷ്ണങ്ങൾ തുന്നിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു സോക്സ് ആണെങ്കിൽ അത് മുഴുവനായി ഒരൊറ്റ പീസായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമ്മള് കൈകൊണ്ട് നെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് മെഷീനും. എത്ര സങ്കീർണമായ ഡിസൈനാണെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാനം ഈ 4 തരം കെട്ടുകളാണ്: പ്ലെയിൻ, റിബ്, ഇന്റർലോക്ക്, പേൾ. ഇതിൽ നിന്നാണ് ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോ ഈ കാണുന്നത് നമ്മുടെയൊക്കെ മുത്തച്ഛിമാർ ഉപയോഗിക്കുന്ന തയ്യൽ സൂചികളല്ല കേട്ടോ. ഇതൊരു ഹൈടെക് ഫ്ലാറ്റ് ബെഡ് നിറ്റിംഗ് മെഷീനാണ്. കമ്പ്യൂട്ടർ വെച്ച് നിയന്ത്രിക്കുന്ന വളരെ സങ്കീർണമായ ഒരു ഓട്ടോമേറ്റഡ് ഉപകരണം. ഇൻഡസ്ട്രിയൽ നെറ്റിംഗിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഒരൊറ്റ തുന്നല് എങ്ങനെയാണ് ഈ മെഷീൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമാണ്. പഴയ ലൂപ്പ് മാറ്റുന്നു, പുതിയ നൂല് കൊടുക്കുന്നു, പിന്നെ ഒരു പുതിയ കെട്ടുണ്ടാക്കുന്നു. ഓരോ കെട്ടും എന്തുമാത്രം പ്രിസിഷനിലാണ് ഈ മെഷീൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അപ്പോ കാര്യം വ്യക്തമാണ്. ഈ മെഷീനുകൾക്ക് ഒരു വസ്ത്രം മുഴുവനായി ഒരു തുന്നൽ പോലും ഇല്ലാതെ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ നിറ്റ് ആൻഡ് വയർ എന്നാണ് പറയുന്നത്. അപ്പോ ഇൻഡസ്ട്രിയില് 3D നിറ്റിംഗ് എന്ന് പറയുന്നത് വെറും മാർക്കറ്റിംഗ് മാത്രമല്ല, അത് ശരിക്കുമുള്ള ഒരു ടെക്നോളജിയാണ്. പക്ഷേ യഥാർത്ഥ വിപ്ലവം ഇതല്ല, അത് വേറൊരിടത്താണ് നടക്കുന്നത്. ശരി, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കാം: ഫങ്ഷണൽ നൂലുകൾ. ഇവിടെയാണ് യഥാർത്ഥ ഇന്നൊവേഷൻ നടക്കുന്നത്. അതായത് വസ്ത്രത്തിന്റെ ഷേപ്പിലല്ല കാര്യം, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂലിലാണ്. നമുക്ക് 3D കേനിറ്റ്സ് എന്നൊരു പ്രോജക്റ്റിനെ പരിചയപ്പെടാം. MIT-യിലെ ഗവേഷകരാണ് ഇതിന് പിന്നിൽ. ഈ ചിത്രത്തിൽ കാണുന്ന തുണിയില്ലേ, ഇത് സാധാരണ നൂലുകൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ വൈദ്യുതി കടത്തിവിടുന്ന, പ്രഷർ തിരിച്ചറിയുന്ന, എന്തിന് ചൂടാകുമ്പോൾ ഷേപ്പ് മാറുന്ന പ്രത്യേകതരം ഫങ്ഷണൽ നൂലുകളുണ്ട്. പല ലെയറുകളായിട്ടാണ് ഇത് നെയ്തെടുക്കുന്നത്. ഇതിലൊരു പ്രധാന വാക്കാണ് പീസോ റെസിസ്റ്റീവ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു വസ്തുവില് പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസില് മാറ്റം വരും. അതായത് ഈ പ്രത്യേക നൂലിന് പ്രഷർ അല്ലെങ്കിൽ ഒരു സ്പർശനം തിരിച്ചറിയാൻ കഴിയും. അപ്പെന്താ സംഭവിക്കുന്നത്? ആ തുണി തന്നെ ഒരു സെൻസറായി മാറുന്നു. അപ്പോ പണ്ടത്തെ സ്മാർട്ട് ഡ്രസ്സുകളും ഈ പുതിയ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പഴയ രീതിയിൽ സെൻസറുകളും മറ്റും തുണിയിൽ പിടിപ്പിക്കുകയോ പ്രിന്റ് ചെയ്യുകയോ ഒക്കെ ആയിരുന്നു. അതത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ പുതിയ 3D കെനിറ്റ്സില് അങ്ങനെയല്ല. സെൻസറുകൾ തുണിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കംഫർട്ടബിളാണ്, ശ്വാസമെടുക്കാൻ പറ്റുന്ന തുണിയാണ്, ശരീരത്തോട് ചേർന്ന് കിടക്കും. ഏറ്റവും പ്രധാനം, ഇത് വളരെ എളുപ്പത്തിൽ വലിയ അളവിലുണ്ടാക്കാനും പറ്റും. ഇലക്ട്രോണിക്സ് വസ്ത്രത്തിൽ ഘടിപ്പിക്കുന്നതിനു പകരം വസ്ത്രം തന്നെ ഒരു ഇലക്ട്രോണിക് ഉപകരണമായി മാറുന്നു. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ: തലച്ചോറുള്ള ഒരു സോക്സ്. അപ്പോൾ നമ്മുടെ തുണി തന്നെ ഒരു സെൻസറായി മാറുമ്പോൾ അതുകൊണ്ട് ശരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 3D കേനറ്റ്സ് പ്രോജക്റ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണമാണിത്. ഗവേഷകർ ഒരു സ്മാർട്ട് മാറ്റ് ഉണ്ടാക്കി. ഈ ഹീറ്റ് മാപ്പ് ചിത്രങ്ങൾ കണ്ടില്ലേ? യോഗ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം എവിടെയൊക്കെയാണ് വരുന്നത്, നിങ്ങളുടെ ബാലൻസ് കറക്റ്റാണോ എന്നൊക്കെ ഈ മാറ്റിന് കൃത്യമായി പറയാൻ പറ്റും. ഇനി ഈ നമ്പർ നോക്കൂ:
99.6%. ഇത് വെറുമൊരു സംഖ്യയല്ല. ഈ ടെക്നോളജി എത്രത്തോളം ശക്തമാണെന്നത് കാണിക്കുന്നു. ഒരു ന്യൂറൽ നെറ്റ്വർക്ക് കൂടി ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ ഏത് വ്യായാമമാണ് ചെയ്യുന്നതെന്ന് 99.6% കൃത്യതയോടെ ഈ സ്മാർട്ട് തുണിക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പോ ഈ ടെക്നോളജി വെച്ച് വേറൊരു കാര്യം കൂടി അവർ ചെയ്തു. ഒരു സ്മാർട്ട് ഷൂ ഉണ്ടാക്കി. ഒരു പരന്ന മാറ്റിൽ നിന്ന് ഒരു മനുഷ്യന്റെ കാലിന് ഫിറ്റാവുന്ന സങ്കീർണമായൊരു ഷൂയിലേക്ക് ഈ ആശയം വളർന്നതെങ്ങനെയെന്ന് നോക്കൂ. ഈ കാണുന്നതാണ് ആ സ്മാർട്ട് ഷൂ. ഇതിന്റെ പല ഭാഗങ്ങളിലായി 96 സെൻസറുകളുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കാരൻ പന്ത് കിക്ക് ചെയ്യുമ്പോൾ ആ പ്രഷർ ഡേറ്റ മുഴുവൻ ഇത് പിടിച്ചെടുക്കും. പന്ത് കാലിന്റെ ഏതു ഭാഗത്താണ് കൊണ്ടത്, എത്ര ശക്തിയിലായിരുന്നു കിക്ക് എന്നൊക്കെ റിയൽ ടൈമിൽ അറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരി, അപ്പൊ നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ഭാവി നെയ്തെടുക്കുന്നു. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം, ആ ചോദ്യത്തിലേക്ക്. ഇതെല്ലാം വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു. നമുക്കിതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. ഒന്നാമതായി, 3D നിറ്റിംഗ് എന്നത് തുന്നലുകളിലില്ലാതെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യഥാർത്ഥ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. രണ്ടാമതായി, യഥാർത്ഥ ബ്രേക്ക് ത്രൂ നടക്കുന്നത് ഫങ്ഷണൽ നൂലുകളിലാണ്, അതായത് സെൻസിംഗ് കഴിവുകളുള്ള നൂലുകൾ. അതുകൊണ്ടുതന്നെ ഇതൊരു ഉപകരണം വെച്ച് തുണിയല്ല, മറിച്ച് തുണി തന്നെ ഒരു ഉപകരണമായി മാറുകയാണ്. അവസാനമായി, പുരാതനമായ ഒരു കരകൗശല വിദ്യയും ഏറ്റവും പുതിയ മെറ്റീരിയൽ സയൻസും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോ 3D നിറ്റിംഗ് എന്ന വാക്ക് കുറച്ച് ഓവറായി തോന്നാമെങ്കിലും അതിന്റെ പിന്നിലെ ടെക്നോളജി കിടുവാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വസ്ത്രങ്ങൾക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെയും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അടുത്തതായി നമ്മൾ അവയോട് എന്ത് ചെയ്യാനാവും ആവശ്യപ്പെടുക? അതിന്റെ സാധ്യതകൾ എവിടെ വരെ പോകും? ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.